സ്നേഹമുള്ളവരെ, ഇന്ന് ഒത്തിരിയേറെ സന്തോഷപൂർവ്വം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. എൻ്റെ ആദ്യത്തെ വീഡിയോയ്ക്ക് തന്നെ ഒത്തിരിയേറെ ആളുകൾ കമൻറ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ എന്നെ നേരിട്ട് വിളിച്ച് പറയുന്ന ഒരു കാര്യം, അച്ഛൻ്റെ ആ ഒരു വീഡിയോ ഞങ്ങളുടെ പഴയകാല ജീവിതത്തിലേക്ക് ഒന്ന് പിന്തിരിഞ്ഞു നോക്കുവാൻ ഞങ്ങളെല്ലാം പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. പലർക്കും അവരുടെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ അത് വഴിയൊരുക്കി എന്നറിയുമ്പോൾ തന്നെ എൻ്റെ ആ വീഡിയോയ്ക്ക് ആ ഒരു പർപ്പസ് മീറ്റ് ചെയ്യാൻ സാധിച്ചു എന്നതാണ് എൻ്റെ ഒരു സന്തോഷം. ഞാൻ ആദ്യത്തെ ഇൻട്രോയിൽ തന്നെ പറയുകയുണ്ടായി, എൻ്റെ ഒരു പർപ്പസ് ഞാൻ വിടുന്ന ഓരോ വീഡിയോയും ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും സ്പർശിച്ചാൽ അതാണ് എൻ്റെ വിജയം എന്നാണ്. ആ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു ചാനൽ ആരംഭിച്ചത്. ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് മറ്റൊരു സംഭവമായിട്ട് ഞാൻ എത്തുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, ചില കാര്യങ്ങൾ ആളുകൾ നമ്മളോട് പറയുമ്പോൾ വിശ്വസിക്കാതിരിക്കുക. എന്തു പറഞ്ഞാലും അതിനെ എതിർത്ത് സംസാരിക്കുക, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് സ്ഥാപിച്ചെടുക്കുക. എൻ്റെ ചെറുപ്പകാലത്തും എനിക്കുമുണ്ടായിരുന്ന ഒരു ദുശ്ശീലമായിരുന്നു അത്. പ്രത്യേകിച്ച് പിശാചുബാധയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എനിക്കൊരിക്കലും അംഗീകരിക്കാൻ സാധിച്ചിരുന്നില്ല. മാത്രമല്ല, അതിനെ എതിർത്ത് ഞാൻ സംസാരിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു സംഭവം കടന്നു വരുന്നപ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ പിശാചുബാധ ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നത്. സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 26 മുതലുള്ള തിരുവചനങ്ങളിൽ ഗെരസേനയുടെ നാട്ടിലെത്തുന്ന ഈശോയുടെ മുമ്പിൽ പിശാചുബാധനായ ഒരു വ്യക്തി എത്തുന്നുണ്ട്. ആ വ്യക്തിയെക്കുറിച്ച് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം ഇതാണ്: അവനെ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടും കാൽവിലങ്ങിട്ടിട്ടും അതെല്ലാം തകർത്തെറിയാറുണ്ട്. ഞാൻ ഓർക്കാറുണ്ട്, ഇങ്ങനെയുള്ളൊരു പിശാചുബാധന് ഇതുപോലെയൊക്കെ ശക്തി എവിടെ നിന്ന് കിട്ടാനാണ്. അതുപോലെ തന്നെ നമ്മൾ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 32 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് പിശാചുബാധനായ ഒരു ഊമയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നത്. ആ ഒരു സൗഖ്യം അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ ഊമ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു പിശാചുബാധ അവനിൽ സംസാര തടസ്സം ഉണ്ടാക്കി എന്നുള്ളതാണ് അതിൽ നമ്മൾ കാണുക. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വായിച്ചു കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ചിന്ത, ഇതൊക്കെ ശരിക്കും സാധ്യമായ ഒരു കാര്യമാണോ, അതോ ഒരു കെട്ടുകഥ പോലെ ബൈബിളിൽ അവതരിപ്പിച്ചതാണോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ എല്ലാ വർഷവും അവധിക്കാലത്ത് ധ്യാനത്തിൽ പങ്കെടുക്കുന്ന പതിവ് എനിക്കുണ്ട്. അങ്ങനെ പതിവ് പോലെ ധ്യാനത്തിന് കൂടി അവിടെ കുട്ടികൾക്കുള്ള ധ്യാനത്തിൽ ജസ്റ്റിൻ ധ്യാനം എന്നാണ് പറയുക. ആ ധ്യാനത്തിൽ പങ്കെടുത്തു. അതിനുശേഷം തുടർന്നുള്ള 1.5 മാസക്കാലം അവിടെ ശുശ്രൂഷകനായിട്ട് ഞാൻ നിന്നു. അങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ഡ്യൂട്ടി, കുട്ടികളെല്ലാവരുടെയും ഇൻ്റർവെല്ലിൽ പോവും. അത് കഴിഞ്ഞ് കൃത്യസമയത്ത് അവരെയെല്ലാം അകത്തേക്ക് പ്രവേശിപ്പിക്കുക. ആ ഒരു ഡ്യൂട്ടിയാണ് അന്ന് എനിക്ക് ലഭിച്ചിരുന്നത്. അപ്പോൾ അതനുസരിച്ച് കുട്ടികളെ ഇൻ്റർവെല്ലിന് വേണ്ടി വിട്ടിരുന്ന സമയത്ത് ഒത്തിരിയേറെ ആളുകൾ അവിടെ ഇവിടെ സംസാരിച്ച് നിൽക്കുന്നുണ്ട്. എല്ലാവരോടും ഞാൻ പറഞ്ഞു, ഇതാ അടുത്ത ക്ലാസ് തുടങ്ങാറായി, മക്കളെ അകത്തേക്ക് കയറിയിരിക്കുക. കാരണം കുഞ്ഞു കുട്ടികളുടെ സെക്ഷനിലാണ് എനിക്ക് ചാർജായിട്ട് കിട്ടിയിരുന്നത്. അങ്ങനെ ആ കുട്ടികളോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അവരെല്ലാം പതിയെ ഞാൻ ഒരു ധ്യാന ഹോളിലേക്ക് കയറ്റി. അങ്ങനെ നിൽക്കുമ്പോഴാണ് തൊട്ടടുത്ത ഹോളിൽ ഒരു കുട്ടി, ഏകദേശം 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി ആ ഹോളിൻ്റെ നടുക്ക് വെറുതെ നിൽക്കുക. ബാക്കി എല്ലാ കുട്ടികളെയും അടുത്ത ടോക്കിന് വേണ്ടി ഞാൻ ഹോളിലേക്ക് പ്രവേശിപ്പിച്ചു. പക്ഷേ ഈ ഒരു കുട്ടി മാത്രം അവിടെ നിൽക്കുന്നു. ഞാൻ ആ കുട്ടിയുടെ അടുത്ത് ചെന്ന്, എന്താ വയ്യ ഇവിടെ നിൽക്കുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് ആ കയ്യിലൊന്ന് പിടിച്ചു വലിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ സംഭവിച്ചത് വളരെ നാടകീയമായ ഒരു കാര്യമാണ്. ഒരിക്കലും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അനുഭവം. കാരണം എൻ്റെ കയ്യിൽ അവൻ ഇങ്ങനെ പിടിച്ച് കറക്കി എറിയുന്ന ആ ഒരു സംഭവം ഇന്നും ഓർക്കുമ്പോൾ, ദൈവമേ, ആ ഒരു 4-ാം ക്ലാസ്സിൽ പഠിച്ച കൊച്ച് എന്നെ ഒരു 4-5 മീറ്റർ ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞു എന്ന് പറയുമ്പോൾ ഇപ്പോഴും എനിക്ക് വിശ്വാസം വരുന്നില്ലാത്ത ഒരു സംഭവമാണ്. പക്ഷേ പിശാച് ബാധിച്ച ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ശക്തി എന്ന് പറയുന്നത് നമുക്കൊരിക്കലും വിവരിക്കാൻ പറ്റാത്ത ഒന്നാണ്. അതാണ് ആ കുഞ്ഞിലൂടെ പ്രകടമായത്. പ്രിയമുള്ളവരെ, അതിനുശേഷം നടന്ന ഒരു സംഭവം തീർച്ചയായും എന്നെ ആ മത്തായിയുടെ സുവിശേഷത്തിലെ ആ ഊമനായ പിശാചുബാധനെക്കുറിച്ചാണ് ഓർമ്മയിൽ കൊണ്ടുവരുന്നത്. കാരണം ആ കുഞ്ഞ് ഈ സോഡാ കുപ്പി പോലത്തെ ഒരു ഗ്ലാസ്സാണ് ധരിച്ചിരുന്നത്. ഒട്ടും കാഴ്ചയില്ല. വെറും 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഈ ചെറുപ്രായത്തിൽ തന്നെ കാഴ്ച ഇതുപോലെ പോയല്ലോ എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പോഴാണ് അവിടെ ഷാജി എന്ന് പറഞ്ഞ ഒരു ബ്രദറ് പെട്ടെന്ന് ഓടി എൻ്റെ അടുത്തെത്തി. എന്താ നീ കാണിച്ചത്? ഞാൻ ഈ കുട്ടിയെ പ്രാർത്ഥിച്ച് അവിടെ നിർത്തിയതാണ്. കാരണം ഈ കുട്ടിക്ക് വളരെ പിശാച് ബാധിച്ച ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് അവിടെ നിർത്തിയതാണ്. നീ എന്തിനാണ് അതിൻ്റെ ഇടയിൽ കയറിയത് എന്ന് ചോദിച്ചു. അതിനുശേഷം എന്നോടും ആവശ്യപ്പെട്ടു, ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ച് ബ്രദറ് ഒരു ബെൽറ്റൈൻ ക്രോസ് ആ കുഞ്ഞിൻ്റെ ശിരസിൽ വയ്ക്കുകയുണ്ടായി. ആ നിമിഷം കുഞ്ഞ് നിലംപതിച്ചു. വായിൽ നിന്ന് നുരയും പതയും വന്നു. അത് കഴിഞ്ഞ് ഞാൻ കാണുന്ന കാഴ്ച,
ആ കുട്ടി പിന്നീട് ഒരു ഗ്ലാസ്സും ഉപയോഗിക്കാതെ വളരെ നല്ല രീതിയിൽ വായിക്കുന്നതും വളരെ സുബോധത്തോടു കൂടി ഇരിക്കുന്നതുമാണ്. പ്രിയമുള്ളവരെ, ബൈബിളിൽ വായിക്കുന്ന ഇതുപോലത്തെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഇത് വിശ്വാസത്തിലെടുക്കുവാൻ നമുക്ക് സാധിക്കില്ല. പ്രത്യേകിച്ചും ഒരു അനുഭവം നമുക്കുണ്ടാകുമ്പോൾ മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വാസത്തിലെടുക്കുവാൻ നമുക്ക് സാധിക്കുക. അതുകൊണ്ട് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അതിനെ നിഷേധിക്കാതെ, അതിനെ അംഗീകരിക്കാതെ നമ്മൾ എതിർക്കുന്ന ആ സ്വഭാവമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അത് കേൾക്കുമ്പോൾ അതിലെന്തെങ്കിലും അടങ്ങിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുവാനും, തോമസ് ലീഹയെ പോലെ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു അനുഭവം വന്നാൽ മാത്രമേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തീർത്തും മാറ്റിവെക്കാതെ, അല്ലാതെ തന്നെയും വിശ്വസിക്കാവുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അത് നമ്മുടെ ജീവിതത്തിൽ അംഗീകരിച്ച് മുന്നോട്ട് പോകുവാനും നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും നമ്മുടെ വിശ്വാസം കൂടുതൽ ആഴപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതിനുവേണ്ടി ഈ വീഡിയോ നിങ്ങളെ സഹായിക്കട്ടെ. ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കും.